നിങ്ങൾ ഇക്കാണുന്ന ദൃശ്യങ്ങൾ അട്ടപ്പാടിയോ ആദിവാസി കേന്ദ്രങ്ങളോ അല്ല. പത്തനംതിട്ട ജില്ലയിൽ വയ്യാറ്റുപുഴ മുതൽ തേറേത്തമണ്ണ് റൂട്ടിലുള്ള റോഡാണിത്. ഏതാണ്ട് 60 വർഷം പഴക്കമുള്ള ഈ റോഡിൻ്റെ പുരോഗതി ഇന്നും അവതാളത്തിലാണ്. മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഈ റോഡിനെയും നാട്ടുകാരെയും കണ്ടില്ലെന്ന് നടിക്കുന്നു. ശബരിമലയിലെ കാനനപാതയേക്കാൾ ദുർഘടമായ വഴിയാണ് ഈ പാത. ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് അതിനേക്കാൾ ഏതോ അധോലോകത്ത് ചെയ്യുന്നത് പോലെയുള്ള അനുഭൂതിയാണ് ഈ റോഡിൽ കൂടി നടക്കുമ്പോൾ. ഇതാ ഈ മനോഹരമായ ദൃശ്യം കണ്ടില്ലേ? ഇത് എക്കോ ടൂറിസം ഫൗണ്ടേഷൻ ഒന്നുമല്ല, ഇതൊരു റോഡാണ്. കണ്ടാൽ തോട് പോലെ തോന്നുമെങ്കിലും ഇതുവഴി ചില മനുഷ്യജീവിതങ്ങൾ നടന്നു പോകാറുണ്ട്. ഒരു ഭാഗത്ത് സർക്കാർ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ആരുടെയും ഔദാര്യം പറ്റാതെ തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടിട്ടുള്ള നാട്ടുകാരാണ് ഈ പ്രദേശത്തുള്ളവർ. ഒരു സമയം സമർത്ഥമായിരുന്ന ഈ സ്ഥലം പുരോഗമനം നിലച്ചതോടെ തലയിൽ കയ്യും വെച്ച് തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ പ്രദേശം വിട്ടുപോയവരാണ് അനേകരും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വോട്ടുകളുടെ എണ്ണം കുറവായതുകൊണ്ടാകാം രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ നാടിനെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ദോഷം പറയരുതല്ലോ, ചില പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ ഇവിടേക്കും നടന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 25 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്ന കുര്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി ഇവിടെയുള്ള പാറകൾ പൊട്ടിച്ചു മാറ്റി വേണ്ടുന്ന കയ്യാലകൾ, ഡിയാറുകൾ നിർമ്മിക്കുകയുണ്ടായി. അതാണ് ഈ പ്രദേശത്തുള്ള ഏക പുരോഗമനം. പിന്നീട് ഇപ്പോൾ എവിടെയൊക്കെയോ ഒന്ന് ടാർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അത് ഓർമ്മയ്ക്കായി ഇപ്പോഴും മെറ്റലുകൾ നിലകൊള്ളുന്നുണ്ട്. ചില ഭാഗങ്ങളും തൽപര കക്ഷിയുടെ ആവശ്യാനുസരണം ചില ഭാഗങ്ങൾ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചില നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം. ഇതുവഴി സീതത്തോട് പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് പല പ്രാവശ്യം കോടികൾ വിലയിരുത്തിയിട്ടുണ്ടെന്ന് കിംവദന്തി പരത്തുകയും പിന്നീട് ആ കോടികളൊന്നും കാണാതാകുകയും ചെയ്തിട്ടുള്ള കഥയാണ് നാട്ടുകാർക്ക് കേൾക്കുവാനുള്ളത്. എപ്പോൾ ചോദിച്ചാലും അടുത്ത തവണ റോഡുണ്ടാകും,